ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ചാർഡ് ടോക്സ്. സോ നമുക്ക് പെട്ടെന്ന് ടൈം കളയാതെ ചാറ്റിലോട്ട് പോവാം. ഇന്നും ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. സോ ചാറ്റിലോട്ട് പോകാൻ പെട്ടെന്ന്. ഓക്കെ, ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് 15 മിനിറ്റ്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷാർപ്പ്, അതായത് ഒരു ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ഉണ്ടാക്കിയിട്ട് പ്രൈസ് നല്ലോണം ഫാൾ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വലിയ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് വരാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് വീക്കിലിയിൽ ഒന്ന് നോക്കാം എന്താണ് അവസ്ഥ. വീക്കിലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിലെല്ലാം പറയുന്ന മാതിരി വീക്കിലി ലാസ്റ്റ് വീക്ക് ലോ, അതായത് പ്രീവിയസ് വീക്ക് ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, സോ പ്രീവിയസ് വീക്ക് ലോയിൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. അതൊരു മേജർ സപ്പോർട്ട് ഏരിയയും കൂടിയാണ് മാർക്കറ്റിൻ്റെ. സോ പ്രീവിയസ് വീക്ക് ലോ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ഡെയിലിയിലോട്ട് വന്നു. ഓക്കെ, ഡെയിലിയിലോട്ട് വരുമ്പം മാർക്കറ്റ് ഇന്നൊരു ഡോജി, അതായത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡോജിയാണ് മാർക്കറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ഇൻഡിസിഷൻ, അതായത് മാർക്കറ്റ് താഴോട്ട് വീണു പക്ഷെ മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു ലാസ്റ്റ് പോയിട്ട്. അപ്പം നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു ഐഡിയ കിട്ടി ഇന്ന് ഡോജിയാണ്, അതായത് ഇന്ന് വന്നിട്ടുള്ള ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സോ മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു ഹൈ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, സോ ലാസ്റ്റ് ദിവസം, അതായത് ഞാനൊരു ലോവർ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ ട്രെൻഡ് ലൈൻ നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നോക്ക്, ഇന്ന് നമ്മുടെ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിലോട്ട് ട്രെൻഡ് ലൈനിലാണ്. കറക്റ്റ് ട്രെൻഡ് ലൈനിലാണ് മാർക്കറ്റ് വന്ന് നിന്നിട്ടുള്ളത്. ഓക്കെ, ചെറിയൊരു പോയിന്റ് വ്യത്യാസമുള്ളൂ, ബട്ട് ഒരുപാട് വ്യത്യാസമുള്ളൂ. പക്ഷെ മാർക്കറ്റ് വന്ന് നിന്നിട്ടുള്ളത് ഒരു ട്രെൻഡ് ലൈനിലാണ്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് എപ്പോൾ ഈ ഒരു റേഞ്ചിലെത്തുമ്പോഴും ഒരു ബുള്ളിഷ്നെസ് വരുന്നുണ്ട്, അതൊരു ബയ്യർ വരുന്നുണ്ട്. അതായത് അവിടുന്ന് ഒരു മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ മാർക്കറ്റ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അതാണ് ഇന്നും അവിടെ ആക്ട് ചെയ്തത്. മാർക്കറ്റ് ഇതിൻ്റെ താഴോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ 1 അവറിലോട്ട് വന്നു. ഓക്കെ, 1 അവറിലോട്ട് വരുമ്പം കറക്റ്റ് ആ ഒരു നല്ലൊരു ഫോൾ കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ടാണ് മാർക്കറ്റ് പോയത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് അവിടെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു, മുകളിലോട്ട് കയറാൻ ശ്രമിക്കാൻ വേണ്ടി നിന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്തു അല്ലേ, ഒന്ന് പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അപ്പം മാർക്കറ്റ് നമ്മൾ ഈ മുകളിൽ നിന്ന് താഴോട്ട് ഈ വന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, മാർക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. മാർക്കറ്റ് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പം ഇങ്ങനെയും മാർക്കറ്റ് താഴോട്ട് വരുമ്പം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയും ആയിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരിക. കണ്ടില്ലേ, ആ ഒരു റേഞ്ചിലാണ് ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ, ആ ഒരു പാറ്റേണിലാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അല്ലേ, കാണുന്നുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ മാർക്കറ്റിന് എപ്പോഴും ഒരു ബൈയിങ്ങും വരുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കണ്ടോ. മാർക്കറ്റിന് ഒരു ട്രെൻഡ് ലൈൻ മുകളിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ എഡ്ജ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ ട്രെൻഡ് ലൈൻ കിട്ടുന്നുണ്ട് കണ്ടോ, മുകളിൽ നിന്നൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ അതിനെ 50 മിനിറ്റ്സിലോട്ട് ഇടുക. ഓക്കെ, 50 മിനിറ്റ്സിലോട്ട് ഇടുമ്പം നമ്മുടെ ട്രെൻഡ് ലൈൻ കറക്റ്റ് ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ഇന്നലെ നമ്മുടെ വ്യൂ എന്തായിരുന്നു, മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ നമുക്കൊരു ബൈ ട്രേഡിലോട്ട് പോകാമെന്നായിരുന്നു നമ്മുടെ വ്യൂ അല്ലേ. പക്ഷേ നമ്മുടെ ഇന്നലത്തെ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു ബൈ ആയിരിക്കും നമ്മൾ നോക്കുന്നത്, കാരണം വില കുറഞ്ഞ് നിൽക്കുകയല്ലേ, ഒരു ബൈ ആണ് നമ്മൾ നോക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, ആ ഒരു റേഞ്ച് വൈകുന്നേരം വന്ന് ഇവിടെ റേഞ്ച് വന്ന് ഇവിടെ ചെറിയൊരു RSI ഡൈവർജൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. താഴെ PRD നമ്മുടെ കോഴ്സിൽ അത് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്, അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് ഷെയർ സബ് ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഈ കൺസോൾട്ടേഷൻ ഫേസ് ആയതുകൊണ്ട് തന്നെ 50 മിനിറ്റ്സിൽ നമുക്ക് അതിനൊരു സപ്പോർട്ടായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, 50 മിനിറ്റ്സ് നമ്മൾ അതിനൊരു സപ്പോർട്ടായിട്ട് വരച്ചു. ഓക്കെ, ആൻഡ് നാളെ നമ്മുടെ എൻട്രി എങ്ങനെ വരും, നാളെ നമ്മുടെ എൻട്രി ഈ ഒരു ഹൈയുടെ മുകളിൽ മാർക്കറ്റ്, അതായത് ഈ ഒരു ഹൈയുടെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,000 മുകളിൽ മാർക്കറ്റ് നാളെ
പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ഇവിടുന്ന് സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ വരും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 50 പോയിൻറ്റ് മുകളിലുള്ള 26,067 അതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ഹൈ എടുക്കാം. ഓക്കെ, ഇവിടുന്നാണ് സെല്ലിങ് നല്ലോണം വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ 26,137 26,137 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കും. ഓക്കെ, അതല്ല മാർക്കറ്റ് ഈ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മളൊരു ബിയറിഷ് ട്രേഡിലോട്ട് പോകും. അതുവരെ നമ്മൾ രാവിലെ വലിയൊരു റെഡ് ക്യാൻഡിൽ കണ്ടു എന്ന് വെച്ചാൽ നാളെ നമ്മൾ ബിയറിഷ് ട്രേഡിലോട്ട് നമ്മൾ പോകത്തില്ല. നാളെ 26,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ കൺഫർമേഷൻ ഉണ്ട്. താഴെ നമ്മുടെ RSI ഒരു 60 അബോവ് പോയിട്ടുണ്ട്. ഈ എല്ലാ ഒരു കൺഫർമേഷനും വെച്ചുകൊണ്ട് നാളെ നമ്മളൊരു ബൈ എൻട്രിയിലോട്ടായിരിക്കും നമ്മുടെ ഫോക്കസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ചെറിയ അനലൈസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. നാളെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. ലൈവ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ലൈവ് ചെയ്യാം. സോ ഇതുവരെ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ് ആൻഡ് ടെലഗ്രാം ചാനൽ. ആൻഡ് കോഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് സെക്കൻഡ് കോഴ്സിലോട്ട് എൻറോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നിങ്ങളുടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എമൗണ്ടിൽ നിങ്ങളൊരു സ്മാർട്ട് ട്രേഡർ ആവും. ഓക്കെ, എങ്ങനെ ഒരു ചാർട്ട് ട്രേഡിങ് നിങ്ങൾ പഠിക്കും. അത് പഠിച്ചിട്ട് ലേൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ നാളെ വീണ്ടും കാണുന്നവരെ ബൈ.